2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ വാദം ഏപ്രിൽ 7 മുതൽ നടക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ മാർച്ച് 14-നകം നിലപാടറിയിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ CPM സംസ്ഥാന സർക്കാരും വീണ്ടും വല്ലാത്ത പ്രതിരോധത്തിലാണ്. ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ഇടതു സർക്കാർ പുതിയ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിലാണ് ആകാംക്ഷ. അയ്യപ്പ ഭക്തരെ മുറിപ്പെടുത്തുന്ന പഴയ നിലപാട് തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതാണ് CPM-ന് വലിയ തലവേദന ഉണ്ടാക്കുന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു തലവേദനയാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ ആചാര ലംഘനത്തിന് കുടപിടിച്ച അതേ സർക്കാർ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അയ്യപ്പ സംഘം നടത്തി ഭക്തരുടെ വോട്ട് വിശ്വാസം അതൊക്കെ കൈക്കലാക്കാൻ നോക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ കള്ളക്കളികളൊക്കെ പൊളിയാനുള്ള സമയമായിരിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ട് പോകാം, തങ്ങളുടെ നിലപാടൊക്കെ പതിയെ തണുപ്പിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന സർക്കാരിന് ഇതാ സുപ്രീം കോടതിയുടെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. മാർച്ച് 14-ന് മുൻപ് നിലപാട് അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കേൾക്കാൻ സാധിക്കുമെങ്കിൽ വിനീഷ് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിധിയിൽ സംസ്ഥാന സർക്കാരിന് വല്ലാത്ത തലവേദന തന്നെയാണ്. സംസ്ഥാന സർക്കാർ എന്തുത്തരം പറയും? നിയമമന്ത്രി P. രാജീവ് ഇന്ന് മാധ്യമങ്ങളെ അല്പസമയത്തിനുള്ളിൽ കാണും. സർക്കാർ നിലപാട് അറിയിക്കുമോ? കേരളം ഉറ്റുനോക്കുകയാണ്. ഇത് കേരളത്തിന് മാത്രമല്ല പിണറായി സർക്കാരിന് തന്നെയാണ് ഇതൊരു അഗ്നിപരീക്ഷയായി മാറുന്നത്. കാരണം വിശ്വാസികളെ തൊട്ടാൽ കൈ പൊള്ളുമെന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ മനസ്സിലാക്കിയതാണ്. അവിടുന്നായിരുന്നു ഒരു ടേൺ എടുത്ത് പിന്നെ വിശ്വാസികളെ കൂടെ പിടിച്ച നിലപാടെല്ലാം അടിമുടി മാറ്റിമറിക്കുന്ന ഒരു പിണറായി സർക്കാരിനെയാണ് കേരളം കണ്ടത്. അവിശ്വാസികളായ സ്ത്രീകളെ ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആക്ടിവിസ്റ്റുകളെ ആയിരുന്നു അന്ന് പിണറായി സർക്കാർ ശബരിമലയിൽ കൊണ്ടെത്തിച്ചത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നത്. വിനീഷ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് CPM-ന് വല്ലാത്തൊരു തലവേദനയാണ്. ഒപ്പം സംസ്ഥാന സർക്കാർ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്താകും ബോധിപ്പിക്കുക? നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കഴിച്ചിട്ടും മധുരിച്ചിട്ടും തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നേരത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാനം എന്ന പേരിൽ പലതരത്തിലുള്ള സമരകോലാഹലങ്ങളും ഉൾപ്പെടെ ശബരിമലയിൽ കാട്ടിയ സർക്കാർ സംവിധാനങ്ങൾ, ഒപ്പം തന്നെ ഇടതുപക്ഷവും ഇത് ഇനി എന്ത് ചെയ്യണം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സത്യവാങ്മൂലം ഹൈക്കോടതിയെ അറിയിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. ആദ്യഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സത്യവാങ്മൂലം ഹൈക്കോടതി നൽകിയപ്പോൾ സ്ത്രീ പ്രവേശനം ശബരിമലയിൽ അനിവാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു സുപ്രീം കോടതിയെ സർക്കാർ അറിയിച്ചിരുന്നത്. സുപ്രീം കോടതിയെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും അവസാനം ശബരിമലയിൽ നവോത്ഥാന നായികകൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് നിരവധി പേരെ ശബരിമലയിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം, അതിന് സർക്കാർ തന്നെ കുടപിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. വലിയ ഹൈന്ദവ പ്രതിഷേധമായിരുന്നു, ഭക്തരുടെ പ്രതിഷേധമായിരുന്നു അന്ന് കേരളത്തിൽ ആഗമനം പടർന്നു കയറിയത്. അത് സർക്കാരിനെ പിടിച്ചു നിർത്താൻ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഹൈന്ദവ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ ഒളിച്ച് സ്ത്രീകളെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് കടത്താനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് പിണറായി സർക്കാർ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ ഇടതുപക്ഷം പോലും കുടപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ പല ഘട്ടങ്ങളിലായി അത്തരത്തിലുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി പല സ്ത്രീകളെയും ശബരിമലയിലേക്ക് എത്തിക്കാനായി ആൾമാറാട്ടം നടത്തിപ്പോലും വേഷം മാറ്റിപ്പോലും ശബരിമലയിൽ കയറ്റാനുള്ള ശ്രമം നടത്തി. അത് പോലീസിൻ്റെ ഒത്താശയോടുകൂടി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നവോത്ഥാനം സംസ്ഥാനത്ത് സൃഷ്ടിക്കുക, ഒരു ഹൈന്ദവ ആചാരത്തിന്മേലുള്ള കടന്നുകയറ്റം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിനുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ ഒരു ഹൈന്ദവ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെയും CPM നേതൃത്വത്തിനെതിരെയും CPM അണികൾക്കെതിരെയൊക്കെ ഒരു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണരുന്ന ഒരു കാഴ്ച സംസ്ഥാനത്ത് നമുക്ക് കേരളത്തിൽ ആഗമനം കാണാൻ സാധിച്ചു. എല്ലാ കവലകളിലും ആചാര സംരക്ഷണത്തിനായുള്ള ജനങ്ങളുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം അന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതിന് ഏറ്റവും വലിയ സാക്ഷിയായി നിന്നത് ജനൻ TV ആണ്. പ്രത്യേകിച്ച് ജനൻ TVയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം
ഈ നവോത്ഥാനം അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ ഖനിക്കുന്നതിനെതിരെ സർക്കാരിൻ്റെ നിലപാടിന് കൂട്ടുപിടിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാനുള്ള ശ്രമം ജനൻ TV ഒഴികെയുള്ള സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും നടത്തുന്നത് നമുക്കന്ന് കാണാൻ സാധിച്ചു. ആ ഘട്ടത്തിൽ ഹൈന്ദവരോടൊപ്പം അല്ലെങ്കിൽ ജനവിശ്വാസങ്ങൾക്കോടൊപ്പം വിശ്വാസികൾക്കൊപ്പം നിന്നത് ജനൻ TV ആണെന്ന് നമുക്ക് ആത്മാർത്ഥമായി തുറന്നു പറയാൻ കഴിയുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുന്ന വലിയൊരു വൈകാരികമായ ഒരു ഉണർത്തെഴുന്നേൽപ്പായിരുന്നു അന്ന് കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ മാർച്ച് 14 മുന്നോടിയായി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് പറയും എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഏത് തരത്തിലും നിലപാടിൽ മലക്കം മറിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. പാർട്ടി നിലപാട് ഇപ്പോഴും ഉറച്ച തരത്തിൽ അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇത്തരത്തിലാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിൽ പ്രശ്നമില്ല എന്ന് പരസ്യമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാടിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഒരു തുരുത്തിൽ പോലും കേരളത്തിൽ കാണാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അത്തരത്തിൽ വലിയ രീതിയിൽ CPMനെ ഹൈന്ദവ വിശ്വാസികൾ എതിർക്കുന്ന തരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും ആഗോള അയ്യപ്പ ഭക്ത സംഗമമൊക്കെ നടത്തി ഒപ്പം ഹൈന്ദവ വിശ്വാസികളെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം CPM നേതാക്കൾ നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും സർക്കാർ നിലപാട് സ്വീകരിക്കുക എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ CPMൻ്റെ എല്ലാ നേതാക്കളും നിലപാടിൽ പറയുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനിവാര്യമാണ് എന്ന നിലപാട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പാലക്കാട് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ നിയമമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, തീർച്ചയായും വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു സെലക്റ്റീവ് സെക്യുലറിസം സർക്കാരിന്റെ അത് തന്നെയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ആ മുഖംമൂടി വലിച്ചു കീറാൻ ഇതാ സമയമായിരിക്കുന്നു. 2018 മുൻപ് സമർപ്പിച്ച ആ സത്യവാങ്മൂലത്തിൽ നിന്നും 2026 ആകുമ്പോൾ സംസ്ഥാന സർക്കാർ ഏത് മുഖംമൂടിയാകും അണിയുക? കേരളം കാത്തിരിക്കുകയാണ്. നിയമമന്ത്രി P. രാജീവ് സർക്കാർ നിലപാട് വ്യക്തമാക്കുമോ? കണ്ടറിയാം. വിനീഷാണ് തലസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.